Hi students, welcome to class Aura. നമ്മൾ exercise 7.2 34th question ആണ്. 34th question. Integral root tan x divided by sin x into cos x. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലായ്പ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കാം, നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഇത് നമ്മൾ ലെവൽ 1-നകത്ത് സ്പെഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ് കുറേ പ്രോബ്ലം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോബ്ലത്തിൽ വരുന്നതാണിത്. ഇന്റഗ്രൽ റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ നമുക്ക് നേരെ സൈൻ എക്സിനോ കോസ് എക്സിനോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് അവിടെ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പ് ഓർത്ത് വെച്ചാൽ മതി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. ഇനി നമ്മൾ നോക്കാം, ഈ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു ഫോർമുലയാണ്. ഏതാ ഫോർമുല എന്ന് ഓർക്കണ്ടോ? 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x ആണ്. അപ്പൊ നമ്മൾ ഈ 2 സൈൻ എക്സിന് പകരം എന്ത് കൊടുക്കണം? സൈൻ 2x കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? 2 റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ 2x ഡി എക്സ് എന്ന് എഴുതും. ഇവിടെ ഇതും ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ നോക്കിയേ, സൈൻ 2x നമ്മൾ വീണ്ടും ടാനിന്റെ രൂപത്തിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? 2 ഇൻറ്റു റൂട്ട് ടാൻ എക്സ് അങ്ങനെ തന്നെ എഴുതി. ദെൻ സൈൻ 2x എന്താ നമ്മൾ പഠിച്ചേക്കണേ? 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ടാൻ 2x ഫോർമുല, സൈൻ 2x ഫോർമുല നമ്മൾ എന്താ പഠിച്ചേക്കണേ? 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് അല്ലേ? അപ്പൊ ഈ 2 ഇവിടെ എന്തായി പോകും? വീണ്ടും ക്യാൻസൽ ആയി പോകും. നമ്മുടെ ആൻസർ അപ്പൊ എന്തായി നോക്കിയേ? 2 റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നായി. ടാൻ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് ആയി. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ഈ ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം നേരെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താന്ന് നോക്കി? 2 റൂട്ട് ടാൻ എക്സ് ആയി. ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് നേരെ ന്യൂമറേറ്ററിലേക്ക് വരും. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഈ ടാൻ എക്സ് അവിടെ അങ്ങനെ തന്നെ കിടക്കും. ടാൻ എക്സ് ഇപ്പോഴും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയില്ല അല്ലേ? ഇനി നിങ്ങൾക്കറിയാം, ഈ ടാൻ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? മുകളിൽ റൂട്ട് ടാൻ എക്സ് കിടപ്പുണ്ട്. അപ്പൊ ഈ റൂട്ട് ടാൻ എക്സ് അങ്ങനെ തന്നെ വരും. ഈ ടാൻ എക്സിന് നമ്മൾ എന്ത് എഴുതി? റൂട്ട് ടാൻ എക്സ് ഇൻറ്റു റൂട്ട് ടാൻ എക്സ് എന്നെഴുതാം. അതോടൊപ്പം തന്നെ ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫോർമുലയാണ് സി സ്ക്വയർ എക്സ് ഡി എക്സ് ആണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സി സ്ക്വയർ എക്സ് ആണ്. അപ്പൊ ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സിന് എന്ത് കൊടുത്തു? സി സ്ക്വയർ എക്സ്. ഈ ടാൻ എക്സിന് എന്ത് എഴുതി നമ്മൾ? റൂട്ട് ടാൻ എക്സ് എഴുതി. അപ്പൊ ഒരു റൂട്ട് ടാൻ എക്സും ഈ ഒരു റൂട്ട് ടാൻ എക്സും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ഒരുപോലെയുള്ളതാണ് അല്ലേ? അപ്പൊ നമുക്ക് ബാലൻസ് എന്താ ഇവിടെ വരുന്ന നോക്കിയേ? ഇത് സി സ്ക്വയർ എക്സ്. അപ്പൊ ഇന്റഗ്രൽ സി സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു റൂട്ട് ടാൻ എക്സും വെട്ടിപ്പോയിട്ട് ബാലൻസ് ഇവിടെ ഒരു റൂട്ട് ടാൻ എക്സ് വരും. ടാൻ എക്സ് എന്ന് പറയും. ഇനി നോക്കിക്കേ, എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി? ഈ ടാൻ എക്സിന്റെ ഇന്റഗ്രലാണ് സി സ്ക്വയർ എക്സ് അല്ലേ? അപ്പൊ ടി ഈക്വൽ ടു എന്ത് കൊടുത്തു നമ്മൾ? ടാൻ എക്സ്. അപ്പൊ ഡി ടി ഈക്വൽ ടു എന്തായി? സി സ്ക്വയർ എക്സ് ഡി എക്സ് എന്നായി. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയായി നോക്കി? ദെൻ സി സ്ക്വയർ എക്സിനും ഡി എക്സിനും പകരം ഡി ടി കൊടുത്തു. ഈ റൂട്ട് ടാൻ എക്സിന് പകരം നമ്മൾ ടി കൊടുത്തു. ആൻസർ ആയി കഴിഞ്ഞു അല്ലേ? ഡി ടി ബൈ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ 2 റൂട്ട് ടി ആണ്. പ്ലസ് ഇ കിട്ടി. ഇനി ടിക്ക് വരെ ഏത് കൊടുക്കും? ഈ ടാൻ എക്സ് തിരിച്ചു കൊടുക്കുക. അപ്പൊ 2 ഇൻറ്റു റൂട്ട് ടാൻ എക്സ് പ്ലസ് ഇ ആയി. ആൻസർ ആയി. ഇതേപോലെ ഈ വർഷം, കഴിഞ്ഞ വർഷം CBSEക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് റൂട്ട് കോട്ടെക്സ്. നിങ്ങൾ ഇതേ സെയിം മെത്തേഡ് റൂട്ട് കോട്ടെക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഇതേ സ്റ്റെപ്പും ഇതേപോലെ തന്നെയാണിത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിച്ച് ചെയ്തു നോക്കുക.